മെഡിക്കൽ കോളേജിൽ നിന്ന് സർജറി പറഞ്ഞ ആളാണ് ദേ ഈ ഓടുന്നത്. നെഞ്ചുവേദന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നടക്കാനും ഓടാനൊക്കെ ബുദ്ധിമുട്ട്. ഒരിത്തിരി ഇരിക്കുമ്പോൾ ഇങ്ങനെ വരുന്നത് ദേ നോക്കിയേ. രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. എത്രയോ പ്രാവശ്യം ചെയ്യാൻ പറ്റും. മുട്ട് മാറ്റി വെക്കാതെ തന്നെ. അപ്പം മെഡിക്കൽ കോളേജ് ബൈപ്പാസിന് നിർബന്ധമായിട്ട് പറഞ്ഞതാ. ഇവിടെ വന്നിട്ട് ഇപ്പം ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്, എല്ലാ ഫുൾ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. കാലിന് വേദനയായിരുന്നു, കഴുത്തിന് വേദനയായിരുന്നു. അത് എനിക്കിതാ ഇത്രയേ പറ്റത്തുള്ളായിരുന്നു കുനിയ. ഇപ്പൊ ഞാൻ കുനിയുന്നത് പഥ്യമൊന്നുമില്ല, അല്ല ഒരു പഥ്യമില്ല. ഉപ്പ് കഴിക്കരുത്, പുളി കഴിക്കരുത്, എരിവ് കഴിക്കരുത്, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. നിങ്ങളെല്ലാം കഴിച്ചോ, കഴിക്കണെല്ലാം കഴിച്ചോ. നടക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഓപ്പറേഷൻ പറയുമെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ ലോഡിങ് ചെയ്ത് നടക്കുന്നു. ഒരു കുഴപ്പമില്ല. നമസ്കാരം. ചവറയിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ മരുന്നില്ലാതെ മുട്ടുവേദനയായാലും നടുവേദനയായാലും അതുപോലെ കഴുത്തുവേദന എല്ലാ വേദനകളും മരുന്നില്ലാതെ മാറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരുപാട് പേരെ നമുക്ക് നേരിട്ട് കാണാം. നമുക്ക് ഡോക്ടറെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. പേര്? നിസാർ. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഇവിടെ ഉള്ളത്? ഇവിടെ നടുവേദന, മുട്ടുവേദന, കാലുവേദന, തോളുവേദന, ഏറ്റവും പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് ശമനം കിട്ടുന്നുണ്ട്. മരുന്നൊന്നും കൊടുക്കാറില്ല. മരുന്നില്ലാതെ എക്സർസൈസ് മാത്രമാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഓരോ അസുഖത്തിനനുസരിച്ചാണ് എക്സർസൈസ് ഞങ്ങളിവിടെ പഠിപ്പിച്ചത്. അത് ഇത് കഴിഞ്ഞിട്ട് പോയി കൃത്യമായിട്ട് ചെയ്യും വേണം. പിന്നെ ഇപ്പൊ ഈ കർക്കിടക ആയതുകൊണ്ട് കർക്കിടക ചികിത്സയും ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ഒരാളെത്തിയിട്ടുണ്ട്. പേരെന്തുവായിരുന്നു? പേര് കനകദാസൻ. എന്തായിട്ടാ വന്നേ? ഞാൻ ആർട്ടിന് 3 ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും നടക്കാനും ഓടാനൊന്നും പറ്റൂല ഇനി. അപ്പം മെഡിക്കൽ കോളേജ് ബൈപ്പാസിന് നിർബന്ധമായിട്ട് പറഞ്ഞതാ. അപ്പോൾ എനിക്ക് ഇത് കീറി മുറിക്കാറുള്ളത് എനിക്കൊരു വിഷയമായി തോന്നി. അപ്പോൾ അതിൻ്റെ അടുക്കാണ് ഈ വൈദ്യരെ ധരണത്. ധരണ സമയത്ത് ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞ് എന്തായാലും വേണ്ടിയിട്ട് നമുക്കൊന്ന് പോയി നോക്കാം, എന്തായാലും കീറി മുറിക്കാനല്ലോ. അങ്ങനെ ഇവിടെ വന്ന് അന്ന് ഇവിടുന്ന് ചെയ്തു പോയി. അപ്പോൾ രാത്രി വീട്ടിൽ ചെന്നപ്പോൾ എനിക്കൊരു എന്തോ ഇവിടെ കാലിയായി തോന്നി. അങ്ങനെ വൈദ്യരെ വിളിച്ച് വീണ്ടും 2 പ്രാവശ്യം വന്ന്. അപ്പോൾ ഞാൻ തപ്പം നടക്കുന്നു, ഓടും ഒക്കെ ചെയ്യും. സ്റ്റെപ്പ് കയറാനും ഒന്നും ഒരു പ്രശ്നമില്ലയോ? പേര്? അജിത. നേരത്തെ ഇദ്ദേഹത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശ്വാസം തിങ്ങല്, നെഞ്ചുവേദന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നടക്കാനും ഓടാനൊക്കെ ബുദ്ധിമുട്ട്. ഒരിത്തിരി ഇരിക്കുമ്പോൾ ഇങ്ങനെ വരുന്നത്. ഇപ്പൊ ഇവിടെ വന്ന് ഡോക്ടർ വൈദ്യരെടുത്ത് വന്ന് ചികിത്സ 2 പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഒരു കുഴപ്പമില്ല. മരുന്നെല്ലാം കഴിച്ചോ? ഇല്ല, ഇവിടുന്ന് ഒരു മരുന്നില്ല. പൈസയും വളരെ കുറവ്. 3 പ്രാവശ്യം വന്നു അല്ലയോ? അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മരുന്നില്ലാതുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഒരു 1, 2, 3 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇവിടെ വന്നിട്ട് ഇപ്പം ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്, എല്ലാ ഫുൾ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. അല്ല, ഇദ്ദേഹം ആദ്യം കളിച്ചിരുന്ന ആളാണ്, ഫുട്ബോൾ താരമായിരുന്നു. ഇപ്പം അതൊക്കെ നിർത്തി വെച്ചതായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ ഈ ചികിത്സ കഴിഞ്ഞ ശേഷം ഇപ്പൊ ഫുൾ ഹാപ്പിയായി, ഫുൾ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. നേരത്തെ കൈ പൊക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് ഞാൻ പറയാം, 2 സ്റ്റെപ്പ് നടക്കുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ നിന്നൊരു പുകച്ചില് ഈ സൈഡിൽ ഇങ്ങനെ വേദന വരും. അപ്പം ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ പിടിക്കും, അതിൽ 2 നടക്കും. രാവിലെ നടത്തണമല്ലോ. ആ ആളാണ് പടാന്ന് ഓടിക്കൂടെ വന്നത്. നമുക്ക് പരിചയപ്പെടേണ്ട ഒരാളാണ്. നമസ്കാരം. നമസ്കാരം. കുറെ വീഡിയോസ് ഇപ്പൊ നമ്മൾ ചെയ്ത്, എനിക്ക് തോന്നുന്നു ഇന്ത്യക്കകത്തുനിന്ന് പല സംസ്ഥാനത്ത് നിന്ന് ഇവിടെ ആള് വന്നിട്ടുണ്ട്. വെളി രാജ്യങ്ങളിൽ നിന്ന് പേഷ്യൻസ് വന്നിട്ടുണ്ട്. പെടലിയൊക്കെ തന്നെ ഒരു സെന്റിമീറ്റർ തിരിയാതിരുന്ന ഒക്കെ പെടലി ഞാൻ ഭംഗിയായിട്ടതാ ഇങ്ങനെയൊക്കെ തിരിച്ച് പൊക്കിയും ഒക്കെ വിട്ടിട്ടുണ്ട്. ആണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏത് ടൈപ്പിലുള്ള എന്ന് പറഞ്ഞാൽ മുട്ടുവേദനയായാലും നടുവേദനയായാലും കൈകാൽ കഴപ്പ് പെരുപ്പ് ഇങ്ങനെയുള്ള സാധനത്തിന് എല്ലാം നല്ലൊരു പരിഹാരം തന്നെ. അതും മരുന്നില്ലാതെ. ഒരാൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കാറില്ലല്ലോ. ഞാൻ ഒരു മനുഷ്യർക്കും മരുന്ന് കൊടുത്തിട്ടില്ല. കിഡ്നി കംപ്ലൈൻറ്റുകാർ വരും, കരൾ കംപ്ലൈൻറ്റുകാർ വരും, ഹാർട്ട് കംപ്ലൈൻറ്റ് വരും. ഹാർട്ടിൻ്റെ ഒരുപാട് പേഷ്യൻ്റ് വരുന്നുണ്ട്. ബൈപ്പാസ് കഴിഞ്ഞവരെ ഞാൻ ഇവിടെ ഒരു മരുന്നും ഇല്ലാതെ ഇപ്പോൾ അവരെ എല്ലാ ജോലിയും ചെയ്യിക്കുന്നുണ്ട്. ബൈപ്പാസ് കഴിഞ്ഞിട്ട് ഇനി ഒരു ജോലിയും ചെയ്യരുത്, എവിടെയെങ്കിലും കിടന്നോളാൻ പറഞ്ഞതാണ്. അത് എങ്ങും കിടക്കാതെ തന്നെ ഇപ്പോൾ അവരുടെ കുടുംബം അവർ പുലർത്തി പോണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത വേറെ ഉണ്ട്. വരുന്നവർക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അവർ വേദന ശമനം ഉണ്ടാവുകയും അതേ ദിവസം തന്നെ 80% വേദന വ്യത്യാസം. പക്ഷേ ഇതിനകത്ത് ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ വരുന്നവര് ഞാൻ പറയുന്ന രീതിയിൽ വീട്ടിൽ പോയി എക്സർസൈസ് ചെയ്തെങ്കിലേ രോഗം മാറൂ. അത് ചെയ്യാതെ എന്നെ ആക്ഷേപിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. കൃത്യമായി പറയുന്ന എക്സർസൈസുകൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ 101% വ്യത്യാസം വരും. ഇവിടുത്തെ വീഡിയോ കണ്ടിട്ട് ഒരു ഫാമിലി തന്നെ എത്തിക്കുന്നത്. അമ്മയുടെ പേരെന്തുവാ? ലിസി അലക്സ്. സ്ഥലം എവിടാ? സ്ഥലം ചണ്ണപ്പെട്ട. എന്താ അമ്മയ്ക്ക് പ്രശ്നമുണ്ട്? എൻ്റെ കാലിന് വേദനയായിരുന്നു, കഴുത്തിന് വേദനയായിരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പൊ കുറവുണ്ട്, തടവി. മരുന്നെല്ലാം കഴിച്ചു? മരുന്നൊന്നും ഇല്ല. വന്നതിലുള്ള വ്യത്യാസം നല്ലതായിട്ടുണ്ട് അല്ലയോ?
പേരെന്തുവായിരുന്നു? ഇവർ ജിജോ. ആ, എങ്ങനെയുണ്ട് ഇവിടെ വന്നത്? എന്തായിരുന്നു പ്രശ്നം? ഞാൻ ഇവരെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്നെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഹിപ്പ് മാറിക്കിടക്കുമെന്ന് പറഞ്ഞ് അതൊക്കെ പിടിച്ചിട്ടു. പെഡലിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ പെഡലി നല്ല രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്തു വന്നു. ഇപ്പം നല്ല മാറ്റം ഫീൽ ചെയ്യുന്നു. അതിലുപരി ഞങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് പേര് ഇവിടെ വന്ന് നടക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഓപ്പറേഷൻ പറയുമെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പം ലോഡിങ് ചെയ്ത് നടക്കുന്നു. ഒരു കുഴപ്പമില്ല. അവരൊരു മരുന്ന്. അതാണ് ഞങ്ങൾക്ക് ഇവിടെ വരാനുള്ള ഏറ്റവും നല്ല ഇത് കിട്ടിയത്. നമ്മൾ പല വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചെയ്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ വന്നാൽ അടുത്ത ആൾ വന്നോണ്ടിരിക്കും. ഇപ്പൊ ഇവരുടെ ഫാമിലി ഒരാളെത്തിയപ്പോഴാണ് ഇവരെല്ലാം എത്തിയത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. 6 മാസമായി വീഡിയോ കഴിഞ്ഞിട്ട്. അപ്പൊ വീണ്ടും ഇപ്പൊ ആയുർവേദം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഒരു താൽക്കാലിക ശമനം എന്നുള്ളതാ. ഒരിക്കലും അല്ലെന്നുള്ളൊരു നേർക്കാഴ്ചയാണ്. ഒന്നുകൂടെ പേരെന്ന് പറഞ്ഞേരെ. എൻ്റെ പേര് സുരേഷ് കുമാർ ചവറയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു? എനിക്ക് മുട്ടുവേദന കൊണ്ട് മുട്ടുവേദനയും വെരിക്കോസിൻ്റെയും ബുദ്ധിമുട്ടായിരുന്നു. എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്കിപ്പോഴും എഴുന്നേക്കാനും ഇരിക്കാനും ഒക്കെ സാധിക്കും. ഒരു ബുദ്ധിമുട്ടുമില്ല. ഏറ്റവും പാടാണ് ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ എഴുന്നേക്കാൻ. ഒരു പ്രശ്നമില്ല. ഒന്നുകൂടെ ഇരുന്നിട്ട് എഴുന്നേറ്റേ. നോക്കിയേ, ഇതുപോലെ തന്നെ കൈ കുത്താതെ കൈ പിടിക്കാതെ ഒക്കെ എഴുന്നേക്കാനുള്ള ഇപ്പോഴും അതിനുള്ള ആരോഗ്യം മുട്ടിനുമുണ്ട്. ഏത് ഹൈറ്റിൽ കയറുന്നതിനും ഒരു ബുദ്ധിമുട്ടും യാതൊരു ബുദ്ധിമുട്ടും ഒന്നുമില്ല. 2 or 3 പ്രാവശ്യം ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. എത്രയോ പ്രാവശ്യമാണ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് എങ്ങനെയുള്ളവരാ? മുട്ട് മാറ്റിവെക്ക് ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ കൂടുതലും ഇവിടെ വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ആ ചികിത്സ ഇതിന് നല്ല രീതിയിലുള്ള എക്സർസൈസും മറ്റു രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്താണ് അത് ഞങ്ങൾ മുട്ട് മാറ്റി വെക്കാതെ തന്നെ എക്സർസൈസിലൂടെ ഇത് ഭേദമാക്കി കൊടുക്കുന്നത്. പല ആൾക്കാരും ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവരെ ഇവിടെ വന്നിട്ട് മിക്കവാറും കൂടുതലും വരുന്നിട്ടുള്ളത് 90% ഓപ്പറേഷന് നിശ്ചയിച്ചിട്ടുള്ളവരാണ് ഇവിടെ അറിഞ്ഞിവിടെ വരുന്നത്. നമുക്കൊരാളെ ഇന്ന് പരിചയപ്പെടാം. നമസ്കാരം. പേര് മനേഷ്. എന്തായിട്ട് ഇവിടെ വന്നേ? എനിക്ക് ഭയങ്കരമായ ബാക്ക് പെയിൻ ആയിരുന്നു. അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും പോയിട്ട് നടുവേദനയ്ക്ക് ഒരു ശമനം ഉണ്ടായില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 3 times ഞാൻ വന്നു. 3 times വന്നപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ മെഡിസിൻസ് ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് എക്സസൈസ് പിന്നെ വൈദ്യര് പറയുന്ന രീതിയിലുള്ള ചിട്ടയായ രീതിയിലുള്ള ദൈനംദിന ജീവിതശൈലികൾ നടത്തുകയാണെങ്കിൽ മാറും. നമുക്കൊരാളെ ഇന്ന് പരിചയപ്പെടാം. നമസ്കാരം സാറേ. നമസ്കാരം. പേര്? എൻ്റെ പേര് ആനന്ദ് എന്നാണ് എൻ്റെ പേര്. എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. എന്തായിട്ടാ വന്നത് ഇവിടെ? ഞാൻ നടുവേദനയായിരുന്നു ആദ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൂടാതെ ശരീരത്തിൻ്റെ അന്നത്തെ അവസ്ഥ ഇങ്ങനെ, അതുകൂടാതെ മൾട്ടിപ്പിൾ പ്രശ്നങ്ങൾ വേറെ കുറേ ഉണ്ടായിരുന്നു. അമിതവണ്ണം, പിന്നെ അതുകൂടാതെ അതിനോടനുബന്ധിച്ചിട്ടുള്ള വേറെ അസുഖങ്ങളെല്ലാം. അതായത് ഇപ്പോഴത്തെ കാലത്തുള്ള ജീവിതശൈലി രോഗങ്ങളുടെ എല്ലാ സംഭവങ്ങളും അതുമായിട്ടാണ് ആദ്യം വരുന്നത്. വന്നിപ്പോൾ ഏകദേശം ഒരു 3 മാസമായി. ഈ 3 മാസം കൊണ്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് തന്നെ കാണാൻ പറ്റും. അത് തന്നെ ഏറ്റവും വലിയൊരു ഇത്. അത് ജീവനോടെ നേരിട്ട് കാണാൻ പറ്റും. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ ഒരു ലൈവ് എക്സാമ്പിൾ. നടുവിനുള്ള പ്രശ്നം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്. അതായത് ആ ഡിസ്കിൻ്റെ ചെറിയൊരു പ്രശ്നവും അതൊരു അറൗണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് അതുകൊണ്ട് നടക്കുകയായിരുന്നു. അത് എല്ലാം കൂടി എടുക്കുന്നത് ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് കൊണ്ടാണ് ഈ 10 വർഷത്തെ വിഷയം. 10 മിനിറ്റിലാണ് ആദ്യത്തെ സംഭവം. അത് കഴിഞ്ഞ് വന്നതെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഈ കുനിയാൻ പറ്റുന്നത്. അത് എനിക്ക് ഇത്രയേ പറ്റത്തുള്ളായിരുന്നു കുനിയാൻ. ഇത്രയേ പറ്റത്തുള്ളൂ കുനിയാൻ. ഇപ്പം ഞാൻ കുനിയുന്നത് അതുപോലെ തന്നെ മേപ്പോട്ട് എടുക്കുകയും ചെയ്യാം, മേപ്പോട്ട് വെക്കുകയും ചെയ്യാം. ആണ്. അതായത് ഞാൻ ആദ്യം കുഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ വരെയാണ് ഞാൻ കുഞ്ഞുകൊണ്ടിരുന്നത്. ആണ്. ഇപ്പൊ ഇത്ര താഴെ വരെ പോകുന്നുണ്ട്. ഇത് അന്നത്തെ ദിവസം തന്നെ ഏതാണ്ട് എന്നെ ഇവിടം വരെ ആക്കി തന്നത്. ഇത്രയാക്കി തന്നതാണ്. അത് കഴിഞ്ഞാണ് ഒരു 3 ആഴ്ച. മൂന്നാമത്തെ ആഴ്ചയാണ് ഞാൻ ഇവിടെ വന്നത്. താഴെ വരെ എത്താൻ പറ്റി. അത് കുനിയുന്നത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ നടുവിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കഴിഞ്ഞ 10 വർഷം കൊണ്ട് മിനിമം ഒരു 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ തടയിക്കൊണ്ടിരിക്കണം. എല്ലാ ദിവസവും രാത്രി ഒരു 15 മിനിറ്റ് തടവിയിട്ടാണ് ഈ സംഭവം എല്ലാം അടുത്ത ചെയ്യുന്നത്. അപ്പോൾ അത് പിറ്റേ ദിവസം രാവിലെ വൈകുന്നേരം ആകുമ്പോൾ ആ നീർക്കെട്ടും പ്രശ്നമില്ല, അങ്ങനെ തന്നെ വരും. ആ നീർക്കെട്ടിൻ്റെ പ്രശ്നം തന്നെ ആദ്യത്തെ ദിവസത്തോടുകൂടി തന്നെ അത് മാറി. ഒറ്റ പ്രാവശ്യം വന്നപ്പോൾ തന്നെ മാറി. അത് വൈദ്യുതി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അതിൻ്റെ അടുത്ത് വേറെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുന്നുകളോ ഗുളികളോ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഒരു മരുന്നുകളോ ഒരു ഗുളിയും കഴിച്ചിട്ടില്ല. വരുന്നതിന് മുമ്പ് എത്ര കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു? വരുന്നതിന് 95 കിലോ. ഇപ്പോഴോ? ഇപ്പം 83. അത്ര വ്യത്യാസം പിന്നെ ഉണ്ടായി. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ അത് എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ പറഞ്ഞിരിക്കുന്നത് അത് വളരെ കഠോരമായ മണിക്കൂറുള്ള എക്സസൈസ് ഒന്നുമില്ല. ജിമ്മിൽ പോയ പരിപാടിയോ വെയിറ്റ് എക്സസൈസോ അങ്ങനെ ഒന്നുമില്ല. അല്ലാതെ തന്നെ ഒരു 3-4 എണ്ണം 3-4 എണ്ണം ഏറി വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിൽ എടുക്കത്തില്ല. ഈ സംഭവം പറയുന്നത് കറക്റ്റ്. അപ്പോൾ ഒരു കാര്യം, ഈ ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചു, എക്സസൈസ് പറയുന്ന കാര്യങ്ങൾ, പറയുന്ന വ്യായാമ മുറകൾ അതുപോലെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് ചെയ്യണ്ട, വരണ്ട ഇങ്ങോട്ട്. കറക്റ്റ്. അത് ഞാനിപ്പോൾ എല്ലായിടത്തും പറയുന്ന സംഗതി തന്നെ. ഈ പറയുന്ന സംഗതിയിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. പഥ്യമൊന്നുമില്ല, ഒരു പഥ്യമില്ല. ഉപ്പ് കഴിക്കരുത്, പുളി കഴിക്കരുത്, എരിവ് കഴിക്കരുത്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല.
നിങ്ങളെല്ലാം കഴിച്ചോ, കഴിക്കണമെല്ലാം കഴിച്ചോ, കൺട്രോളായിട്ട് എല്ലാം കഴിച്ചോ. ആവശ്യത്തിന് മനുഷ്യൻ്റെ ആവശ്യത്തിന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യം കഴിക്കുകയാണെങ്കിൽ, പറഞ്ഞ കാര്യങ്ങൾ ഈ എക്സസൈസും സംഭവം ചെയ്യുകയാണെങ്കിൽ 100%. ഇപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയൊന്നും വേണ്ട, ഒരാഴ്ച കൊണ്ട് തന്നെ സംഭവം പ്രകടമായ വ്യത്യാസം, 50% വ്യത്യാസം വരും. പ്രകടമായ വ്യത്യാസം, ചില ആൾക്കാർക്ക് 100% വ്യത്യാസം വരുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്കുള്ള പ്രശ്നം തന്നെ ഞാൻ പറയാം. നടുവിൻ്റെ പ്രശ്നവും ഡിസ്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് ഒരാഴ്ച, എന്നെക്കാളും വേഗം 4 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നോർമലായി. ഇദ്ദേഹം വന്നിട്ട് റെഡി ആയതിനു ശേഷമാണ് ഇദ്ദേഹത്തിന് വൈഫ് എത്തിയത്. വൈഫ് എത്തി 4 പ്രാവശ്യം കൊണ്ട് ഓക്കെ ആയി. 4 ദിവസം കൊണ്ട്. 4 പ്രാവശ്യം. പിന്നെ നമ്മൾ ഒന്നിച്ചാണ് വരുന്നത്. ഇന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ എല്ലാം ഒന്നിച്ചാണ് വരുന്നത്. ടീച്ചറാണ്. അപ്പോൾ അദ്ദേഹം ഓരോരോ 2 ആഴ്ച ജോലി എന്തായിരുന്നു? ഞാൻ എയർഫോഴ്സിലായിരുന്നു. എല്ലാം മാറി. ശരിക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2-3 മാസം കൊണ്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ലൈവ് എക്സാമ്പിൾ വളരെ വ്യത്യാസം തന്നെ. എൻ്റെ ഈ വയർ ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പം എല്ലാവർക്കും കാണാൻ പറ്റും. നമ്മൾ വീഡിയോ എല്ലാം കണ്ടു. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഇവിടെ വരേണ്ടത്? നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്? സ്ഥാപനത്തിന്റെ പേര് ശ്രീ വൈകുണ്ഠം ആയുർവേദ ഹോസ്പിറ്റല്. അപ്പം ഇത് ഭഗവാൻ വൈകുണ്ഠവാസന്റെ വകയാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത്? ഈ സ്ഥലം കൊല്ലം ജില്ലയിൽ ചവറ കൊറ്റംകുളങ്ങര. കൊറ്റംകുളങ്ങര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഈ സ്ഥാപനം. അപ്പം കൊല്ലത്തുനിന്ന് അടുത്താണ്, അതുപോലെ ചവറയ്ക്ക് അടുത്താണ്. ഏത് സ്ഥലത്തുനിന്നും ആയാലും ഇവിടെ എത്താൻ പറ്റും.